നമസ്കാരം. മലയാള സിനിമയിൽ കൊടുങ്കാറ്റ് വീശിയ പ്രമുഖരുടെ മുഖമൂടികൾ അഴിച്ചു വീഴ്ത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിറവിയെടുത്തതേ നടിയെ ആക്രമിച്ച സംഭവത്തിലെ കേസും ജനകീയ ഇടപെടലുകളുമാണ്. എന്നിട്ടും 7.5 വർഷമായി ആ കേസ് എവിടെയും എത്താതെ തുടരുന്നു. ആ കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ഇന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. വിചാരണ കോടതിയെ രൂക്ഷമായി വിമർശിച്ചു കൊണ്ടുകൂടിയാണ് പരമോന്നത കോടതി ജാമ്യം അനുവദിച്ചത്. ഇതെന്ത് തരം വിചാരണയാണെന്ന് കോടതി ചോദിക്കുന്നു. വിചാരണ നടപടികൾ അനിതര സാധാരണമായി അനന്തമായി നീളുന്നതെന്തുകൊണ്ടെന്ന് അറിയുന്ന ആരും ചോദിച്ചു പോകുന്ന സമയത്തു കൂടിയാണ് കോടതി ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വിചാരണ നടപടികൾ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണ്. സുപ്രീം കോടതി വിമർശിക്കുന്നത് ആരെയാണ്? ഇത് എന്ത് തരം വിചാരണയാണ്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിൽ ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, തിരക്കഥകർത്ത് വിനു കിരിയത്ത്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, ഒപ്പം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന. 5 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, അതിരൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. പ്രതിഭാഗം ശക്തമാണ്, അവരുടെ സ്വാധീനം ശക്തമാണ്. അതുകൊണ്ട് മാത്രമാണ് വിചാരണ നടപടികൾ വൈകുന്നത്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു കേസിൻ്റെ വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു. അതിൽ ഒരു പ്രതി മാത്രം ഈ കേസിൻ്റെ വിചാരണ തീർന്നിട്ടില്ല എന്ന കാരണത്താൽ അനന്തമായി ആ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ഒരു പക്ഷേ അയാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അയാളെ ശിക്ഷിക്കും എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്, നമ്മളൊക്കെ പ്രത്യാശിക്കുന്നത്. ഒരു കാരണവശാലും ഒരു ദയവും ദാക്ഷിണ്യവും അർഹിക്കാത്ത ഒരു പ്രതിയും കൂടിയാണ് അയാൾ. തീർച്ചയായിട്ടും കഠിന ശിക്ഷ അർഹിക്കുന്ന വ്യക്തി കൂടിയാണ് കുറ്റം തെളിയുന്ന പക്ഷം. അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണെങ്കിൽ പോലും ആ ശിക്ഷാ കാലാവധിയേക്കാൾ കൂടിയ ഒരു തടങ്കൽ വിചാരണയ്ക്ക് മുമ്പ് അയാൾക്ക് കൊടുക്കുന്നത് ന്യായമല്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. വലിയ തീവ്രവാദ കേസുകൾ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതി ജാമ്യം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ ജാമ്യം കൊടുത്ത് നിയമപരമായിട്ടോ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടോ വലിയൊരു തെറ്റാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. ഇവിടെ വിചാരണ നീണ്ടുപോയിട്ടുള്ളത് പ്രധാനമായിട്ടും പ്രതിഭാഗത്തു നിന്ന് പലതരത്തിലുള്ള തർക്കങ്ങളും കുതർക്കങ്ങളും ഉന്നയിച്ച് ഓരോ ഘട്ടത്തിലും ഹൈക്കോടതിയിൽ പോവുക, ഓരോ ഘട്ടത്തിലും സുപ്രീം കോടതിയിൽ പോവുക, ഇങ്ങനെ ഒരു സമീപനം അത് സ്വീകരിച്ചുകൊണ്ടാണ് പ്രതിഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഈ കുറ്റകൃത്യം ചെയ്ത ആളല്ലോ ഈ കേസിലെ യഥാർത്ഥ പ്രതി, ശരിക്കുള്ള സൂത്രധാരൻ ആയിരിക്കുന്ന സിനിമാധരൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിചാരണ അനന്തമായി നീണ്ടുപോകാനുള്ള പല വിദ്യകളും അദ്ദേഹം വിജയകരമായിട്ട് നടപ്പാക്കി എന്നുള്ളതാണ് സത്യം. ഓരോ ഘട്ടത്തിലും ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു. അതുപോലെ ഓരോ തവണയും ഹൈക്കോടതിയെ സമീപിക്കുന്നു, സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അതിൽ നിയമപരമായ പലതരത്തിലുള്ള തർക്ക കുതർക്കങ്ങൾ ഉന്നയിച്ച് ഈ കേസിൻ്റെ വിചാരണ അനന്തമായി, ഒരുപക്ഷേ ഈ കേസിലെ എല്ലാ പ്രതികളും മരിക്കുന്നവരെ നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഈ പൾസർ സുനി എന്ന് പറഞ്ഞ പ്രധാന പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ നിർബന്ധിതമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് സർക്കാരിനെയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ ഒന്നും ഇതിൽ കുറ്റം പറയാൻ പറ്റുകയില്ല എന്ന് കൂടിയാണോ? അതായത് ഈ ബൈജു ബൈലോസിനെ 87 ദിവസത്തോളം കേസിലെ 8-ാം പ്രതിയായ നടന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തുന്നു. ഇങ്ങനെ വിസ്താരം നീണ്ടുപോയിട്ടും വിചാരണ കോടതിയോ പ്രോസിക്യൂഷനോ ഒന്നും അത് എതിർത്തില്ല എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ കുറ്റം ആരുടേതാണ്? അല്ല, ഈ കേസിൽ സർക്കാരിനെയോ പോലീസിനെയോ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. അവരുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ചയോ ഉപേക്ഷയോ ഉണ്ടായില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തൃപ്തികരമായ രീതിയിൽ അന്വേഷണം നടത്താനും കുറ്റപത്രം സമർപ്പിക്കാനും
പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനൊക്കെയുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട്. വിചാരണയുമായിട്ടും അവർ പരിപൂർണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ ഈ കേസ് കേൾക്കുന്ന ജഡ്ജിയുടെ ഭാഗത്തു നിന്നുള്ള അരോചകമായ പെരുമാറ്റ നിമിത്തം മേൽക്കോടതിയെ സമീപിക്കാൻ പ്രോസിക്യൂട്ടർ നിർബന്ധിതമായിട്ടുണ്ട്. 2 തവണ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോയ കേസാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പല പ്രത്യേകതകളും പല സവിശേഷതകളും അവകാശപ്പെടാവുന്ന കേസാണെങ്കിൽ പോലും പ്രോസിക്യൂഷൻ കേസിൻ്റെ നടപടിയുമായിട്ട് വിചാരണയുമായിട്ട് പരമാവധി സഹകരിച്ചു എന്ന് വേണം മനസ്സിലാക്കി. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അനന്തമായി 85 ദിവസമോ അതിലധികമോ എതിർവിസ്താരം നടത്തി എന്നുള്ളത് അത് കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് 2, 3 അല്ലെങ്കിൽ 4, 5 ദിവസം എതിർവിസ്താരം നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനന്തമായി ഒരു എതിർവിസ്താരം നീണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. കോടതിക്കോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർക്കോ ഇതിൽ ഒരു പരിധിക്കപ്പുറമൊന്നും തടസ്സവാദം ഉന്നയിക്കാൻ പറ്റുകയില്ല. ഈ അഭിഭാഷകൻ ചോദിച്ച് തന്നെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിക്ക് തടയാൻ പറ്റുകയില്ല. മാത്രമല്ല ഒരു വളരെ സീനിയറായിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. ഈ രംഗത്തെ ഒരു കുലപതി എന്ന് തന്നെ പറയാവുന്ന അത്രയും പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തടയുക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അദ്ദേഹം തന്നെ ഒരു നിയന്ത്രണം പാലിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേ അഭിഭാഷകൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അവരുടെ വിസ്താരം 8-9 ദിവസം നീണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബലാത്സംഗ കേസിൽ ഇരയാക്കപ്പെട്ട യുവതി ഒരു കന്യാസ്ത്രീ കൂടിയാണ്. അവരിങ്ങനെ അരോചകമായ ചോദ്യങ്ങൾക്ക് നിരന്തരമായി ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ ഭാഗ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന വ്യത്യാസമുള്ളൂ. എങ്കിൽ പോലും ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടുന്ന ഒന്ന് തന്നെയാണ്. പ്രോസിക്യൂട്ടർക്കോ അല്ലെങ്കിൽ കോടതിക്ക് തന്നെയോ ഇതിൽ നിയന്ത്രിക്കാവുന്ന പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതാണ് സത്യം. യെസ്, ശ്രീജിത്ത് പണിക്കർ, കോടതിക്ക് ഇടപെടാവുന്നതിന് ഒരു പരിമിതി, പ്രോസിക്യൂഷന് ഇടപെടാവുന്നതിന് ഒരു പരിമിതി. അപ്പോഴും പ്രതിഭാഗം സ്വാധീനം ചെലുത്തുന്നു. അഭിഭാഷകർ ഈ തരത്തിൽ അനന്തമായിട്ട് വിസ്താരം നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. സർക്കാരിനെയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ പ്രോസിക്യൂഷനെയോ ഒക്കെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? അല്ല, നോക്കൂ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ അനന്തമായ വിചാരണ നീളുന്നു എന്ന് പറയുന്ന സമയത്ത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പൾസർ സുനിക്ക് വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്ന അഭിഭാഷകൻ പറയുന്നുണ്ട്. സുപ്രീം കോടതി അത് എതിർക്കുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഈ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 7.5 വർഷമായിട്ട് നടക്കുന്നു. 7.5 വർഷമായിട്ട് ഇത്തരത്തിലുള്ള വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു കേസ് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തേണ്ടതാണ്. പക്ഷെ പല സമയത്തും പലരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട തടസ്സ ഹർജികളും വാദങ്ങളും മറുവാദങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പലരും ഇത് സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ 8ാം പ്രതിയായിട്ടുള്ള നടൻ ശ്രീ ദിലീപ് തന്നെ പല പ്രാവശ്യം ഇത് സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലും മറ്റ് ഉന്നത കോടതികളിലെല്ലാം തന്നെ പോയതാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ചില ഘട്ടങ്ങളിൽ വാദിഭാഗത്തു നിന്നും ചില ഘട്ടങ്ങളിൽ പ്രതിഭാഗത്തു നിന്നും ഇത് സ്പീഡപ്പ് ചെയ്യണമെന്ന് പറയുന്നതെല്ലാം തന്നെ അവർക്ക് അനുകൂലമല്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു പ്രൊട്രാക്ടറായിട്ടുള്ള ഒരു ട്രയൽ മറുഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന സമയത്താണ് എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ആൾക്കാരും കോടതിയിലേക്ക് പോയിരിക്കുന്നതും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഒരു കാര്യം, അതായത് ഇത് എന്ത് തരത്തിലുള്ള ട്രയലാണ് എന്നുള്ള ഒരു വാദം ഇന്ന് സുപ്രീം കോടതിയിൽ ആദ്യം ഉന്നയിക്കുന്നതും സുപ്രീം കോടതി നേരിട്ട് ആ 2-അംഗ ബെഞ്ചല്ല പറയുന്നത്, നേരെ മറിച്ച് അത് പൾസർ സുനിയുടെ അഭിഭാഷകൻ പരമേശ്വറാണ്. അദ്ദേഹമാണ് പറയുന്നത് ഇത് എന്ത് തരത്തിലുള്ള ട്രയലാണ്, എൻ്റെ കക്ഷി 7.5 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്, അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളിന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏതാണ്ട് 85 ദിവസത്തിന് മേളിലായിട്ട് ചോദ്യം ചെയ്യാം. അത് 1800 പേജിലധികം ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പ്രൊലോങ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് എൻ്റെ കക്ഷി ജയിലിൽ കിടക്കണോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ആ സമയത്താണ് കോടതി തന്നെ അതിൽ ഒരു ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രതി 85 ദിവസത്തിലധികമായിട്ട് ഇതേപോലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യുന്നു, അത് തന്നെയുമല്ല അത് 1800 പേജിലധികം പോകുന്നു എന്ന് പറയുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരുപക്ഷെ പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്ന വ്യവസ്ഥയിലേക്ക് പോലും കോടതി എത്തുന്നത്. കാരണം കോടതി തന്നെ പറയുന്നുണ്ട് ഇത് ആയിരക്കണക്കിന് പേജുകളിലേക്ക് നീണ്ടു പോകുന്ന ഒരു കാര്യമാണ്, ഉടനെ ഒന്നും തന്നെ അതിലൊരു പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. തന്നെയുമല്ല മറ്റ് പ്രതികളായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ ജാമ്യത്തിൽ പുറത്താണ്. പൾസർ സുനി എന്ന് പറയുന്ന ഒരൊറ്റ പ്രതിക്ക് മാത്രം 7.5 വർഷം കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ജാമ്യം ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് അവിടെ ജാമ്യം നൽകുന്നത് പോലും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 8ാം പ്രതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നടൻ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ
അദ്ദേഹത്തിന് ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അദ്ദേഹത്തിനെ പലതവണ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം മറ്റേതൊരു കേസും അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഒരു പ്രതിയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു ബന്ധം പോലെയല്ല ഇവർ തമ്മിലുള്ളത്. അതിൽ തന്നെ ദിലീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാദം കോടതി അംഗീകരിച്ചതുമാണ്. നമ്മളെല്ലാവരും തന്നെ ഓർക്കുന്നുണ്ടാകും, ദിലീപ് പരസ്യമായിട്ട് പിന്നെ ഒരു കോടതി വരാന്തയിൽ വെച്ച് ബൈജു പൗലോസിനെ ഭീഷണിപ്പെടുത്തി എന്ന രീതിയിലത്തേക്ക്, സാറിനും കുടുംബമൊക്കെ ഇല്ലേ, പിന്നീട് പുറത്തിറങ്ങുമ്പോൾ കാണാമെന്നുള്ള ലൈനിലേക്ക് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയിൽ പറയുകയുണ്ടായി. പക്ഷേ അതിന്റെ സാഹചര്യവും അതിന്റെ ഡേറ്റും തീയതികളും എല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നപ്പോൾ അതെല്ലാം തെറ്റായിരുന്നു. അദ്ദേഹം പറയുന്ന സമയത്ത് ആ പറയുന്ന കോടതിയിൽ ഈ കേസ് പരിഗണിക്കപ്പെട്ടിരുന്നില്ല, ആ ദിവസം ഈ കേസ് ഉണ്ടായിരുന്നില്ല, തുടങ്ങിയ കുറേയധികം സാഹചര്യങ്ങൾ വന്നിട്ട് കോടതി തന്നെ റെപ്രിമാൻഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളൊരു ഫെയർ ട്രയൽ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരുടെയും ഭാഗം കൃത്യമായി കേൾക്കുക, പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതിൻ്റെ സ്പീഡ് കൂട്ടുക എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജസ്റ്റിസ് നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ള ബോധ്യപ്പെടലിന് കൂടി ഉപകാരപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, പൾസർ സുനിയുടെ അഭിഭാഷകൻ ഈ ഒരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഒരു ആശ്ചര്യ പ്രകടനം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നില്ല. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വിചാരണ കോടതി ഇതിൽ ഇടപെടാത്തത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചോദ്യം ചോദിക്കുന്നില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ പരിമിതമാണ് എന്ന് അല്പം മുമ്പ് ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ സുപ്രീം കോടതിക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്തരം നമ്മൾ ഈ പറയുന്നത് പോലെ 1800 പേജിനപ്പുറത്തേക്ക് പോകുന്ന രീതിയിലത്തേക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യാനായിട്ട് പ്രോസിക്യൂഷൻ തടസ്സവാദം ഉന്നയിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു തടസ്സവാദമെങ്കിലും ഉന്നയിച്ചിരുന്നുവെങ്കിൽ അതിൽ കുറച്ച് കാര്യമുണ്ടാകുമായിരുന്നു. അതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ തന്നെ പൾസർ സുനിയുടെ അഭിഭാഷകൻ പോലും പറയുന്നത് ഇതിൽ ആർക്കും എതിർപ്പില്ല എന്നാണ്. അങ്ങനെ ആർക്കും എതിർപ്പില്ലാത്ത രീതിയിലത്തേക്ക് ഇതിനെ മുന്നോട്ട് പോകുന്നു, പ്രൊലോങ് ചെയ്തിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് അതിൽ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു നീതി നിർവഹണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് എത്രത്തോളം താല്പര്യമുണ്ട് എന്ന കാര്യങ്ങളിലുമൊക്കെ തന്നെ പൊതുസമൂഹത്തിന്റെ ചോദ്യം ഉയരേണ്ടതാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അവലംബിക്കാവുന്ന മാർഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ സംശയമുണ്ട്. പക്ഷേ അൺനെസസറി ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു തവണ ആൻസർ ചെയ്തിരിക്കുന്ന കാര്യത്തിനെ വീണ്ടും വീണ്ടും ചോദ്യങ്ങളായിട്ട് ഉയർത്തുകയും ഒക്കെയാണ് എങ്കിൽ ആ കാര്യത്തിൽ തടസ്സവാദം ഉന്നയിക്കേണ്ടത് പ്രോസിക്യൂഷനാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ കാര്യത്തിൽ ഇടപെടേണ്ടത് വിചാരണ കോടതിയാണ് എന്നുമാണ് എൻ്റെ ധാരണ. അതവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. കാരണം പ്രതി എപ്പോഴും തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് കിട്ടുന്നുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുമെന്നുള്ളതാണ് ഞാൻ തിരികെ എത്താം. ശ്രീത്ത്, വിനു കിരിയത്ത്, ഒരു കാര്യം നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഒരു പക്ഷേ ഈ 7.5 വർഷമായിട്ട് ഈ കേസ് കാണുമ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറഞ്ഞതുപോലെ അത്രയും അസാധാരണമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമോ, ഇതിൻ്റെ ഭാവി എന്താകും എന്നുള്ളൊരു സംശയം ഈ കേസ് നിരീക്ഷിക്കുന്ന ആർക്കും ഉണ്ടാകും. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? നമുക്ക് ഈ വിചാരണ നീട്ടിവെക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമില്ല. നമുക്കറിയാമല്ലോ, പാം ഓയിൽ കേസ്, ലാവ്ലിൻ കേസ്, ബോഫോഴ്സ് കേസ്, ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മളൊക്കെ കൊച്ചിലെ കേട്ടിട്ട് ഇന്നും പലതിൻ്റെയും വിധി പുറത്ത് വന്നിട്ടില്ല. പിന്നെ നോക്കൂ, നല്ല വക്കീലും നമുക്ക് ധനവും ഉണ്ടെങ്കിൽ ഏതൊരു പ്രതി അല്ലെങ്കിൽ പ്രതി എന്ന് ആരോപിക്കപ്പെട്ടവനും അത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. വക്കീൽ ഫീസ് കൊടുക്കാൻ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. ഒരു സുപ്രീം കോടതിയിൽ 45 തവണ ഇതിനെതിരായിട്ട് പോയിട്ടുണ്ട്. എത്ര കോടികൾ മുടക്കണം. അപ്പോൾ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് ജാമ്യം കൊടുത്തതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വിചാരണ നടക്കുന്നില്ല, അയാൾ 7.5 വർഷം അടുത്ത് കിടന്നു. അപ്പോൾ അത് മിടുക്കാണ് ഒരുപക്ഷെ പ്രതിഭാഗത്തിൻ്റെ ആണെങ്കിൽ എല്ലാ വക്കീലന്മാരും അവരവരുടെ വിജയമാണ് എപ്പോഴും നോക്കുക. എൻ്റെ പ്രതിയെ രക്ഷിക്കുക അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടവനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏതൊരു വക്കീലിൻ്റെയും കടമ. അതിവിടെ നടക്കുന്ന. അപ്പോൾ നമുക്ക് എന്ത് പറ്റി, ഒരു ടൈം ലിമിറ്റ് ഇല്ല. നമ്മുടെ ഇതിനകത്ത് ഒരു ടൈം ലിമിറ്റില്ല. ഒരു കേസ് ഇത്ര നാളിനകത്ത് പറയണമെന്ന്. എത്രയോ കേസുകൾ നമുക്കറിയാം, പ്രതികൾ മരിച്ചു പോയിട്ടും വിധി പറയാത്ത കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്, ഇല്ലേ? അപ്പോൾ അതിനൊരു നിയമം ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ,
ലോകമെമ്പാടും എനിക്കൊന്നും പല രാജ്യങ്ങളും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. സമയത്ത് നല്ല വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഏത് കാലവും നീട്ടിക്കൊണ്ടുപോകാം. കുറേ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇര എന്ന് പറയുന്ന വ്യക്തിക്കൊക്കെ മാനസികമായിട്ട് ഇത് മടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഒന്നിനും ടെൻഷനാണ് ഇന്നത്തെ ദിവസമൊക്കെ വരും. അതുപോലെ തന്നെ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആളും ഇത്രയും വർഷം അതിൻ്റെ പിന്നിലാണ്. അയാൾ പ്രതി ആയിട്ടില്ല. പ്രതി ആയി കഴിയുന്നത് വരെ ഒരു പക്ഷേ നിരപരാധി ആണോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ മാറ്റർ. ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട പോകാൻ അയാളും ഈ 7.5 വർഷം പോകുന്നു. അപ്പോൾ ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് ആർക്ക് വേണ്ടി എന്തിനെന്നുള്ളത് അത് വക്കീലന്മാരുടെ കയ്യിലാണ്. അത് ഇനിയിപ്പോൾ എനിക്കൊന്ന് സുപ്രീം കോടതി കുറച്ചുകൂടെ ഒന്ന് ജാഗരൂകനായിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂവിൽ. 7.5 വർഷം കഴിഞ്ഞു. പക്ഷേ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഉപാധികൾ ഇനി എന്താണ് ഈ പറഞ്ഞ പോലെ അതിനകത്തുനിന്ന് നമുക്കറിയാമല്ലോ, വീഡിയോ വരെ ലീക്കായ ഒരു കേസാണ് അല്ലേ. ഒരു ഇരയെ സംബന്ധിച്ചുള്ള ഇതിലപ്പുറം അപമാനിതയാവേണ്ട വേറൊരു ഇഷ്യൂ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇതൊരു അപൂർവമായ ഒരു കേസായിട്ടാണല്ലോ ഇത് ഇത്രയും ചർച്ചയാവുന്നത്. ആ ഇര എന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇപ്പോഴും ഇന്നിപ്പോൾ ജാമ്യം കിട്ടുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ഭയങ്കര വറീഡായിരിക്കും. ഉറപ്പല്ലേ ഇതെന്ത് നിയമം, അപ്പോൾ ഇവിടെ പല നിയമങ്ങളുണ്ടോ എന്നൊക്കെ ജനങ്ങൾ സംശയിച്ചാൽ ഇവിടെ അത് കുറ്റം പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഇതിവിടെ നിൽക്കട്ടെ, ഇതിനോട് പാരലായിട്ട് സിനിമ ഇൻഡസ്ട്രിക്ക് കുറേ കാലമായിട്ട് കണ്ടകശനിയാണല്ലോ ഹേമ കമ്മിറ്റി. ഇനി എത്ര കൊല്ലം പോകുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോഴെങ്ങും അതിൻ്റെ ഒരു കേസും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു തോന്നൽ വരും കൂടുതലായിട്ട്. ഈ കേസ് ഈ രീതിയിൽ പോകുമ്പോൾ ഇനി ഒരു കേസുമായിട്ട് പോകാൻ മറ്റൊരു അതിജീവിതയ്ക്ക് വരാനുള്ള ആ മടി പോലും ഉണ്ടാകുന്നത് ഈ കേസ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് കൂടിയാണ്. ഒന്ന് ആ അതിജീവിത സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അല്ലാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഇല്ലേ? വേണ്ടെന്ന് വെക്കുകയുള്ളൂ. ഇവിടെയാണ് ഈ പല കോംപ്രമൈസുകളും ആയി പോകുന്നത്. മടുത്തു പോവും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി ഇടപെട്ടതിന് വളരെ ഇതായിട്ടാണ് നമുക്ക് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു എൻഡ് ഉണ്ടാവട്ടെ. അല്ലാതെ വലിയ കഷ്ടമാണ് ഇത് വാസ്തവത്തിൽ. ഇനി കുറേ തെളിവുകളൊക്കെ നശിപ്പിക്കാനും സാധ്യത ഉണ്ടാവാം. അതിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന കൂടി നമുക്കൊപ്പം. അഡ്വക്കേറ്റ് ശ്രീജിത്ത്, ഇങ്ങനെ വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ മറ്റൊരു കേസിലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ അത് 1-ാം പ്രതിയാകട്ടെ 8-ാം പ്രതിയാകട്ടെ അത്രയ്ക്കും ശക്തരാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിങ്ങളല്ലേ പറയുന്നത് അത്രയ്ക്കും ശക്തനാണ്, അത്രയും ബന്ധങ്ങളുണ്ട്, അത്രയും പ്രശ്നങ്ങളുണ്ട്. ആ പുള്ളിയാണ് ഈ നാട്ടില് ഈ പറയുന്ന എല്ലാ സാക്ഷികളെയും സ്വാധീനിക്കുന്നത്. അദ്ദേഹമാണ് ജഡ്ജിനെ തീരുമാനിക്കുന്നത്. ജഡ്ജ് അദ്ദേഹത്തിന്റെ ഒരു ബിനാമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും എനിക്ക് തോന്നുന്നു അതിജീവിതയേക്കാൾ ഏറ്റവും കൂടുതൽ സമയം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ നിങ്ങൾ മാധ്യമങ്ങളാണ്. അതായത് എന്താണ് താല്പര്യം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ കോടതികളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് 8-ാം പ്രതിയെ തൂക്കിക്കൊല്ലണമെന്ന് മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. പൾസർ സുനി കുലീനനായിട്ടുള്ള മനുഷ്യനാണ്. പൾസർ സുനിയുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് ആരും പോയിട്ടില്ല. പൾസർ സുനിയുടെ അമ്മയൊക്കെ അമ്മ പറയുന്ന കത്തും അമ്മ പറയുന്ന ഒരു ഇതൊക്കെ വളരെ സെന്റിമെന്റലോടുകൂടെ നിങ്ങൾ അവതരിപ്പിച്ചതാണ്. അത് സമൂഹം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചതാണ്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഒരു അജണ്ട, നിങ്ങളുടെ എന്ന് ഞാൻ ന്യൂസ് 18നെയോ താങ്കളുടെയോ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ അദ്ദേഹം ഒരു അയാളുടെ ഒരു സ്വയം ഒരു പ്രയത്നത്താൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അത് അദ്ദേഹം പ്രൊഡ്യൂസേഴ്സിന്റെയോ ഈ തിയേറ്റർ ഓണേഴ്സിന്റെയോ അമ്മയുടെയോ ഏതൊക്കെ സംഘടനകളിൽ വന്നിട്ടുണ്ടോ അതിന്റെ ഓണറായിട്ടുണ്ടോ അതൊക്കെ അതൊരു സ്വയ പ്രയത്നത്താൽ ഉണ്ടാക്കിയെടുത്തുള്ളതാണ്. അപ്പം ആ പ്രയത്നത്താൽ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു സാധനം എല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് കൺവിക്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു സമൂഹം ആരാണോ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് അത് സാമൂഹികമായിട്ട് അയാളെ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രയത്നം അത് 7.5 വർഷം പോയി എന്നുള്ളതാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത്, ഈ 7.5 വർഷം മാധ്യമങ്ങളുടെ ഇടപെടൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ ഈ 7.5 വർഷം സാക്ഷികളെ സ്വാധീനിക്കുന്നു, സാക്ഷികളുടെ മൊഴി മാറ്റുന്നു, തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം വരെ നടക്കുന്നു. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുക എന്ന് തോന്നുമ്പോൾ ആ പ്രതിപട്ടികയിലെ പ്രബലൻ ആരാണ് എന്ന് ചോദിക്കേണ്ടതായി വരുന്നു. അങ്ങനെയാണ് ദിലീപ്
പേര് വീണ്ടും പറയുന്നത്, കണക്ട് ചെയ്യപ്പെടുന്നത് ഇതാർക്ക് വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ പ്രബലനാണ്, ആ പ്രബലൻ 8-ാം പ്രതി അല്ലാതെ മറ്റാരാണ് എന്ന് ചോദിച്ചു പോകുന്നത് അതുകൊണ്ടല്ലേ? താങ്കൾ എപ്പോഴും പറയുന്നത് ഒരു വലിയ കോടതി ലക്ഷ്യമാണ്. കാരണം എന്താ അറിയോ, താങ്കൾ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു പൊരുൾ എനിക്ക് മനസ്സിലായി. അതിൽ ബിന്ദു പണിക്കർ, അതുപോലെ തന്നെ സിദ്ദീഖ്, നാദിർ ഷാ ഇവരൊക്കെ മൊഴിമാറ്റി. ഈ മൊഴിമാറ്റാൻ പറഞ്ഞതുകൊണ്ട് അവർ മൊഴിമാറ്റി കോടതിയിൽ പറഞ്ഞു. അത് കേസിനെ വളരെ വിപരീതമായിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണല്ലോ നിങ്ങളുടെയൊക്കെ വാദം. ഈ കേസ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും എത്രയോ വർഷങ്ങൾ വന്നതാണെന്നേ. ഞാൻ തരണോ ആ ജഡ്ജ്മെന്റ് ഒക്കെ അപർണയ്ക്ക് ഞാൻ അയച്ചു തരാം. അപർണ, ഞാൻ അയച്ചു തരാം. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. The prosecution has miserably failed to prove എന്ത്, ഏതെങ്കിലും ആളുകളെ സ്വാധീനിക്കാൻ, ഏതെങ്കിലും വിറ്റ്നസിനെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും എവിഡൻസ് ടാമ്പർ ചെയ്യാൻ, ഏതെങ്കിലും തെളിവുകൾ നശിപ്പിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്ന് പറയുന്നതിന് ഏതെങ്കിലും സാങ്കത്യമില്ല. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് ആദ്യം വിചാരണ കോടതി പറഞ്ഞു. പിന്നീട് അതിൽ അപ്പീലുമായിട്ട് സ്റ്റേറ്റും അതിജീവിതയും ഹൈക്കോടതിയിൽ പോയി, അവിടെയും പറഞ്ഞു. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഒരു വാർണിംഗ് കൂടെ ആ സമയത്ത് കൊടുത്തു. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ നിരന്തരമായി ഈ പറയുന്ന സ്പെഷ്യൽ CBI കോടതിയുടെ, ഈ പ്രത്യേക കോടതിയുടെ ട്രയൽ ജഡ്ജായിട്ടുള്ള ആളുകൾക്കെതിരെ വ്യക്തിപരമായി പോലും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ മാലാഖമയല്ലേ. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം ഈ ചർച്ച തുടങ്ങിയപ്പോഴേ ചോദിച്ചുകൊണ്ടേ പോകുന്നു. അതുകൊണ്ട് ഈ പ്രോസിക്യൂഷൻ എന്ത് ചെയ്തു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. ഒരു സ്റ്റേറ്റ് ആണ് പ്രോസിക്യൂട്ടർ. സ്റ്റേറ്റ് ഈ പറയുന്ന 8-ാം പ്രതിയെ മാത്രം തൂക്കിക്കൊന്നാൽ മതി എന്ന് ഓരോരോ മുൻധാരണ വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് പോട്ടെ, സ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നു. സ്റ്റേറ്റിന് മുഖം തപ്പാനുള്ള സമയങ്ങളിലൊക്കെ ദിലീപിന്റെ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് 8-ാം പ്രതി. നമ്മൾ എവിടെയാ പൾസർ സുനിയെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല പറഞ്ഞ? 28 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള പൾസർ സുനിയെ കുറിച്ച് അപർണ ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? വേറൊരു ട്രീ കട്ടർ ചാനൽ എവിടെ? ആ ചാനൽ എന്താ ചെയ്യുന്നത്? ആ ചാനൽ എന്താ അവിടെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത്, പൾസർ സുനിയെ കുറിച്ച് നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ പോലും പൾസർ സുനി എന്ന് പറയുന്ന ഒരാളെ പറ്റി ഞാൻ പറയുന്നു 28 കേസുകൾ. പൾസർ സുനിയെ കുറിച്ച് തന്നെ ചോദിക്കാം. ഈ പറയുമ്പോൾ ഈ വിധത്തിലുള്ള ഒരു കണക്ഷനും ഇല്ല എന്ന് പറയുന്നിടത്ത് തുച്ഛമായിട്ടുള്ള ശമ്പളം അല്ലെ 63 രൂപ അങ്ങനെ എന്തോ ആണ് കിട്ടുന്നത്. ഈ ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതിയിൽ പൾസർ സുനിക്ക് വക്കീലിനെ വെച്ചത് ആരായിരിക്കും? നിങ്ങളൊരു ഗസ്സാണ് ഞാൻ ചോദിക്കുന്നത്. അപർണ അത് ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഞാൻ ദിലീപിന്റെ വക്കാലത്ത് എന്താണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളോട് വന്ന് പറയാനുള്ള ഒരാളല്ല. എന്നാൽ പോലും പറയാം, ആളുണ്ട്. ആരാ? ഗോവിന്ദചാമിക്ക്, ഒറ്റക്കൈയ്യനായിട്ടുള്ള ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് ആരാ പറഞ്ഞ എന്താണ് സുപ്രീം കോടതിയിൽ ഇത്രയും വലിയ വക്കീലിനെ വെച്ചത്? ആരാണ് പറഞ്ഞത് ചെയ്തത്? അപ്പം എന്താണ് ആകാശത്തിലെ പറവകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നു പറഞ്ഞു. അതിനൊരു മാഫിയ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഞാൻ പറയാം, കൃത്യമായിട്ട് ആളുണ്ടെന്നേ. ആ ആളുകളെ എണ്ണി പറയാൻ ഈ സിനിമയുമായിട്ട് ചെറിയ ഓരോരോ എന്താണ് പൊക്കിൽ കൊടി ബന്ധമുള്ള എനിക്കും പറയാനുണ്ട്. ഇപ്പോഴല്ല, അത് കൺവിക്ഷൻ ആണോ അക്വിറ്റൽ ആണോ എന്താണെന്ന് നടക്കട്ടെ, അതിനുശേഷം ഞാൻ പറയാം. കാരണം ഇതിന്റെ ഒരു ഭാഗവാക്കായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് അതിനിപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ശ്രീജിത്ത് പണിക്കർ ഇവിടെയുണ്ട്. പണിക്കർ പറയുന്ന ഓരോ വാക്കും കറക്റ്റാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ തന്നെ, അതായത് വേറൊന്നും ഇല്ലെന്നേ ഞങ്ങൾ പറയത്തേ ഉള്ളൂ. അയാൾ പ്രതിയാണെങ്കിൽ അയാൾ ഇങ്ങനെ എന്തെങ്കിലും ലോകത്ത് കേൾവിയില്ലാത്ത കാര്യമാണല്ലോ പറഞ്ഞ ഇത് ബലാത്സംഗം ചെയ്യാറുണ്ട്. അത് എന്താണ് ഞാൻ തിരികെ എത്താം, ആ പോയിന്റിലേക്ക് തിരികെ എത്താം. ശ്രീജിത്ത് പണിക്കർ, 7.5 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കേസ് വരിക, ഈ കേസ് വിചാരണ നടപടികളിലേക്ക് കടക്കുക, അതിൽ ജനകീയ വിചാരണകളടക്കം നടന്നുകൊണ്ടിരിക്കുക. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഒരു മുഖമല്ല
പല മുഖങ്ങളുണ്ട് ഇത്തരത്തിൽ എന്നുള്ള ഒരു ചിത്രമാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയേറെ പുഴുക്കുത്തുണ്ട്, അത് ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിലും വലിയ കേസുകൾ ഉണ്ടെന്ന് അറിയുന്നിടത്ത് ഈ ഒരിക്കൽ സംഭവിച്ച 7 വർഷം മുമ്പുള്ള കേസ് സംശുദ്ധമാക്കപ്പെടുന്നില്ല. ആ പ്രതി അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നവരും സംശുദ്ധമാക്കപ്പെടുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ തുടർച്ചയാണ് എന്നാണല്ലോ പൊതുജനം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ശ്രീത്ത് പെരുമന പറയുന്നത് പോലെ ഈ പൾസർ സുനിക്ക് ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് സുപ്രീം കോടതിയിൽ വാദിക്കാനും മറ്റൊരു മാഫിയുണ്ട്, അവർ വലിക്കുന്ന ചരട് ആണ് ഇത്, അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, നോക്കൂ അപർണ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഒരുപക്ഷെ സോളാർ കേസ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമ വിചാരണ നടന്നിരിക്കുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഈ കേസാണ്. അത് ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക്, അതായത് വാദിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രതിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും സമൂഹത്തിൽ പൊതുവെയുള്ള സ്വീകാര്യത കൊണ്ടുകൂടിയാണ് അത് അത്രത്തോളം ശ്രദ്ധയാകർഷിച്ച കേസായി മാറിയത്. പക്ഷേ ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷവും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് കൺവിൻസിംഗ് ആയിട്ട് അവരുടെ പ്രൈമറി ആർഗ്യുമെന്റ് എന്തായിരുന്നു, ആ ആർഗ്യുമെന്റ് കോടതിയിൽ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് എനിക്ക് അക്കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം ഇതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെനിക്ക് തോന്നുന്ന 1 മുതൽ 6 വരെ പ്രതികൾ എന്ന് പറയുന്നത് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 8ാമത്തെ പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്നതും അദ്ദേഹം ഇതൊരു കൊട്ടേഷൻ ആയിട്ട് അവർക്ക് കൊടുത്തു എന്നുള്ളതുമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ തെളിയിക്കുന്ന രീതിയിലത്തേക്കും ദിലീപിനെയും പൾസർ സുനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലത്തേക്കും അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെളിവ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമ വിചാരണയ്ക്ക് ഒപ്പം ചലിച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആവർത്തിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും വാദിഭാഗത്തു നിന്നാണെങ്കിലും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് വിചാരണ കോടതി ജഡ്ജിന് നേരെ കൂടിയാണ്. വിചാരണ കോടതി ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര തവണ ഹയർ കോടതികളിലേക്ക്, ഹൈക്കോടതി ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതേപോലെ തന്നെ നമുക്ക് താല്പര്യമുള്ള രീതിയിലത്തേക്കുള്ള ഒരു ജഡ്ജ് അവിടെ ഉണ്ടാകണമെന്ന രീതിയിലത്തേക്കുള്ള വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെ തന്നെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് പോലും ഇത്രയും പ്രൊട്രാക്ടറായിട്ടുള്ള രീതിയിലത്തേക്കുള്ള ഒരു വിചാരണയാണ് ഈ കേസിൽ നടക്കുന്നത് എന്നത് കണ്ടതിന് ശേഷവും ഹയർ അതോറിറ്റികളായിട്ടുള്ള കോടതികൾ, ഹൈക്കോടതി ആയിക്കോട്ടെ സുപ്രീം കോടതി ആയിക്കോട്ടെ, ഈ പറയുന്ന വാദങ്ങളെ അംഗീകരിക്കാനായിട്ട് ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് അതിജീവിത ഇക്കാര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് സ്ത്രീ തന്നെ ഒരു ജഡ്ജ് ആകണമെന്ന രീതിയിലത്തേക്കുള്ള ഒരാവശ്യമുണ്ടായിരുന്നു. അതെല്ലാം അംഗീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ ആളല്ല മറ്റൊരാൾ വേണമെന്ന രീതിയിലത്തേക്ക് പോലുമുള്ള ഒരു ചർച്ച പൊതുസമൂഹത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. ഞാനതിൽ മനസ്സിലാക്കുന്നത് പലപ്പോഴും അത് ഈ ഒരു കേസിൻ്റെ ഒരു സ്വഭാവം ഫോളോ ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പ്രോസിക്യൂഷൻ പലപ്പോഴും ഈ കേസ് കോടതിയിൽ വാദിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പൊതുസമൂഹത്തിൽ വാദിക്കാനായിട്ടും പൊതുസമൂഹത്തിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് ശ്രമിച്ചു പോകുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് പ്രതിയായിട്ടുള്ള ദിലീപ് ഈ കേസ് ഫൈറ്റ് ചെയ്യുന്നത് കോടതിയിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഴ്സുകളിൽ നിന്നോ പുറത്തേക്ക് വരുന്നില്ല. നേരെ മറിച്ച് അവരെല്ലാം തന്നെ അതിനെ ഒരു വളരെ നല്ല രീതിയിലത്തേക്ക് കോടതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കേസായിട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള ചില ധാരണകളുണ്ട്. അതായത് വിചാരണ കോടതി ശരിയായ രീതിയിലത്തേക്കല്ല പ്രവർത്തിക്കുന്നത്, ജഡ്ജ് ബയാസ്ഡ് ആണ് തുടങ്ങിയ രീതിയിലത്തേക്കുള്ള കുറേയധികം കാര്യങ്ങൾ. അതേപോലെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള നടനാണ് അദ്ദേഹം, ആൾക്കാരെ എല്ലാവരെയും തന്നെ സ്വാധീനിക്കുന്നു, ആൾക്കാരുടെ മൊഴി മാറ്റുന്നു തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ഒരു പബ്ലിക് നറേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ആരാണ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ ഒരുപക്ഷെ നമ്മുടെ മുന്നിലേക്ക് തെളിവുകളൊന്നും വെക്കാതെ എന്നാൽ ഇന്നയാളാണ് പ്രതി എന്ന് അല്ലെങ്കിൽ അയാളാണ് കുറ്റവാളി എന്ന് ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്ന പലരുമാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കോമൺ നറേറ്റീവിനൊപ്പം തന്നെ തുഴയുക എന്നുള്ളതാണോ നമ്മുടെയൊക്കെ കർത്തവ്യം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഞാൻ കരുതുന്നത് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പലരെയും നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കെതിരെ അവരെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. 7.5 വർഷം കഴിഞ്ഞതിന് ശേഷവും പ്രോസിക്യൂഷന് അതവിടെ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകളിൽ നിന്നോ അല്ലെങ്കിൽ കോടതി ഉത്തരവുകളിൽ നിന്നോ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നത് ആർബിട്രറി ആയിട്ട് നമുക്ക് ഉന്നയിക്കാവുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ വളരെ ചുരുങ്ങിയ വേതനം മാത്രം ജയിലിൽ നിന്ന് അടുക്കളയിൽ ജോലി ചെയ്ത് കിട്ടുന്ന പൾസർ സുനിക്ക്
എങ്ങനെയാണ് ശ്രീ പരമേശ്വരനെ പോലെയുള്ള ശ്രീറാം പറക്കാട്ടിനെ പോലെയുള്ള അഭിഭാഷകരെയൊക്കെ തന്നെ കിട്ടുന്നത് എന്നുള്ള ചോദ്യമെല്ലാം സെക്കൻഡറിയാണ്. കാരണം അത് നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിൽ ഉന്നയിക്കാം. ചില ആൾക്കാർ വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതുണ്ട്, ചില ആൾക്കാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അത് പറയുന്നത് എന്ന പ്രതീതി സമൂഹത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. എന്താണ് ഇപ്പോൾ ആ ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ്, ദിലീപാണ് അയാളെ സ്പോൺസർ ചെയ്യുന്നത് എന്ന രീതിയിലത്തേക്കാണോ, അതോ മറ്റു രീതിയിലുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലുമാണ് അയാളെ സ്പോൺസർ ചെയ്യുന്നത് എന്ന രീതിയിലത്തേക്കാണോ? അപ്പോൾ അതെല്ലാം ഒരു പ്രതിയുടെ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അയാളുടെ വക്കാലത്ത് എടുക്കുന്ന ആൾക്കാരുടെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ എന്തെങ്കിലും ഒരു അഡീഷണൽ നെഗറ്റിവിറ്റി ആ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിനകത്ത് കൃത്യമായൊരു ഇടപെടൽ ഉണ്ട്, ഇതിനകത്ത് പുറത്തു നിന്ന് അല്ലെങ്കിൽ അകത്തു നിന്ന് കൃത്യമായിട്ടൊരു ഇടപെടൽ ഉണ്ട്. അതുപോലും താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഈ പ്രോസിക്യൂട്ടേഴ്സ് മാറിയത്, ഈ സാക്ഷിമൊഴികൾ മാറിയത്, ഈ അതിൽ ഇന്റർലിങ്ക് ചെയ്തിട്ടാണ് ഇത്രയും ഫീസ് കൊടുക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് പൾസർ സുനിക്ക് എന്ന് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. there is an invisible ഒരു സ്ട്രെങ്ത് അവിടെ ഉണ്ട്. അത് ഇതിനകത്ത് ഉൾപ്പെട്ടവരല്ല എന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറയുന്നു. അത് പുറത്തുനിന്നുള്ളതാണത്, അത് വിധി വരട്ടെ എന്നാണല്ലോ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന അങ്ങനെ ഒരു ഇടപെടലുണ്ട് എന്ന് എല്ലാവർക്കും തോന്നില്ലേ? അല്ല, അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഞാൻ പറഞ്ഞത് അത് സെക്കൻഡറി ആണ് എന്ന് പറയുമ്പോൾ അത് പരിഗണിക്കപ്പെടേണ്ടുന്ന വിഷയമല്ല എന്ന രീതിയിലേക്കല്ല. നേരെ മറിച്ച് നമ്മൾ ഈ പ്രൈമറി കാര്യങ്ങളെ മാറ്റി വെച്ചതിന് ശേഷം പൾസർ സുനി ആര് സ്പോൺസർ ചെയ്യുന്നു, ആരാണ് അദ്ദേഹത്തിന്റെ വക്കീലിന് ഫീസ് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഉന്നയിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ബാഹ്യപ്രേരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ബാഹ്യപ്രേരണ ആരുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ദിലീപാണോ, അത് മറ്റാരെങ്കിലുമാണോ എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ വ്യക്തത ഉണ്ടാകേണ്ടത്. അത് ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രോസിക്യൂഷനൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. കേവലം ആരോപണങ്ങളായിട്ട് അതിനെ ഉന്നയിച്ചത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാനിതിൽ കാണുന്ന ഒരു കാര്യം, മാധ്യമങ്ങളായിക്കോട്ടെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗമായിക്കോട്ടെ ആദ്യം മുതൽ തന്നെ സ്വീകരിക്കുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് അതിജീവിതയായിട്ടുള്ള ആളിന് നീതി ഇക്കാര്യത്തിൽ കിട്ടുക, ദിലീപിന് ശിക്ഷ നൽകുക എന്ന രീതിയിലത്തേക്കാണ്. ഞാൻ അങ്ങനെയല്ല ഇതിൽ കാണുന്നത്. ഇതിൽ കുറ്റവാളി ആരോ ആ കുറ്റവാളിക്ക് ശിക്ഷ നൽകുക, അതിജീവിതയായിട്ടുള്ള ആളിന് നീതി ലഭിക്കുക എന്ന രീതിയിലത്തേക്കാണ്. ആ കുറ്റവാളി എന്ന് പറയുന്നത് നിലവിൽ ദിലീപ് പ്രതിസ്ഥാനത്താണ്. അദ്ദേഹത്തിനെ കുറ്റവാളി എന്ന സ്ഥാനത്തേക്ക് മാറ്റുന്ന ഒരു സ്റ്റാറ്റസ് ചേഞ്ച് നമ്മൾ ആരുമല്ല കൊണ്ടുവരേണ്ടത്, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിനെ ഒരു കുറ്റവാളിയായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ ലീഗൽ സിസ്റ്റവും ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതല്ല എങ്കിൽ പ്രൈമറി ആയിട്ടെങ്കിലും അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ഉണ്ടാകണം. ആ തെളിവ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചാർജാണോ അദ്ദേഹത്തിന് മേൽ പ്രിലിമിനറി ആയിട്ടുള്ളത്, അത് 1 പൾസർ സുനിക്ക് അദ്ദേഹമാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്, 2 ഇവർ തമ്മിലുള്ള ബന്ധമുണ്ട്, 3 ഈ കാര്യങ്ങളെല്ലാം തന്നെ ദിലീപിന് അദ്ദേഹം കൈമാറ്റം ചെയ്തിട്ടുണ്ട്, 4 അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേയ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങളുടെയും ട്രെയിൽ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പ്രോസിക്യൂഷന് സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിവരം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദിലീപ് കുറ്റവാളിയാകാനുള്ള സാധ്യതയെപ്പറ്റി കൂടുതൽ പറയാം. അതിന് ഉതകുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും തെളിവുകൾ ഇന്ന് വരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ കേസിനെ ഫോളോ ചെയ്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ ഒരാൾ കുറ്റവാളിയാണ് എന്ന് ആരോപിക്കുക എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടോ അല്ലാതെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആ രീതിയിലുള്ള റിസർവേഷൻ പങ്കുവെക്കുന്നത്. തെളിവുകൾ ശക്തമായിട്ട് പുറത്തു വരട്ടെ. 7 വർഷമായിട്ട് അതിന് പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വളരെ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും എഴുത്തറിയാത്തതിന് പേനയെ കുറ്റം പറയുക എന്ന രീതിയിലത്തേക്ക് ജഡ്ജ് മാറുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ആ മാറ്റം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഹൈക്കോടതിയോ മേൽക്കോടതിയോ അല്ലെങ്കിൽ അപ്പലേറ്റ് കോടതിയോ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഓക്കെ നന്ദി ശ്രീജിത്ത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു കോമൺ നെറേറ്റീവിനൊപ്പം പോകാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞു നിർത്തുന്നത് ശ്രീജിത്ത് പണിക്കർ. അല്ലെങ്കിൽ അതനുസരിച്ചുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിയണമായിരുന്നു. അതുണ്ടായിട്ടില്ല. അതാണ് സുപ്രീം കോടതി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയുടേത് എന്ത് തരം സമീപനമാണെന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് എന്നാണ് വാദം. ഇതിന് ഒരു കാര്യം, നിരന്തരമായി ജാമ്യാപേക്ഷ സമർപ്പിച്ചു പൾസർ സുനി. അങ്ങനെ ഒരു കുറ്റത്തിന് ഹൈക്കോടതി ചുമത്തിയ പിഴ വരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയാണ്. തുടർച്ചയായിട്ട് ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നതിന് സഹായിക്കാൻ, പൾസർ സുനിയെ സഹായിക്കാൻ ആരോ ഉണ്ട്, അങ്ങനെയും ഹൈക്കോടതി പറഞ്ഞു. ഇതൊക്കെ സുപ്രീം കോടതി തള്ളുകയാണ്. അതായത് വിമർശിക്കപ്പെടുന്നത് ആരാണ്? ഈ ഒരു കോമൺ നറേറ്റീവ് അനുസരിച്ചുള്ള വിചാരണയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിചാരണ ശരിയല്ല, അങ്ങനെയാണോ സുപ്രീം കോടതി പറയുന്നത്? അഡ്വക്കേറ്റ് ജയശങ്കർ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പൾസർ സുനി, അപ്പോൾ ഇതിൽ പ്രധാന പ്രതി, 1-ാം പ്രതി എന്ന് പറയുന്ന ആൾ നിരന്തരമായിട്ട് ജാമ്യ അപേക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം നിരന്തരമായിട്ട് ഇയാളുടെ വിചാരണ നീണ്ടുപോവുകയാണ്.
വിചാരണയ്ക്ക് ഒരു അവസരമില്ല, ഒരു അനന്തമായ രീതിയിൽ നീണ്ടുപോകുമ്പോൾ വീണ്ടും വീണ്ടും ഒരേ കാരണം പറഞ്ഞാൽ പല കാരണങ്ങൾ പറഞ്ഞു ജാമ്യ ഹർജി കൊടുക്കും. അത് സാധാരണ പ്രതികൾ ചെയ്യുന്നതാണ്. പക്ഷേ ഹൈക്കോടതി ഇത് വളരെ ഇറിറ്റേറ്റഡായി. അവരെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരാൾ സ്ഥിരമായിട്ട് ജാമ്യാപേക്ഷകളുമായിട്ട് വരുന്നു എന്ന കാരണത്തിൽ, പ്രത്യേകിച്ച് സാഹചര്യങ്ങളിലും മാറ്റമില്ലാത്ത സമയത്ത് വീണ്ടും വീണ്ടും അപേക്ഷയായിട്ട് വരുന്നത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടായിരിക്കും ഇതിൽ പിഴ ശിക്ഷ വിധിച്ചത്, പിഴ അടക്കാൻ വിധിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ സുപ്രീം കോടതിക്ക് അത് സ്വീകാര്യമായിട്ട് തോന്നിയില്ല. നമ്മൾ ഈ ഘട്ടത്തിൽ അതിൻ്റെ ന്യായാന്യായതകളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഹൈക്കോടതി ഒരു രീതിയിൽ ഈ വിഷയത്തെ സമീപിച്ചു, സുപ്രീം കോടതി തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രീതിയിൽ ഇതേ വിഷയത്തെ അഭിസംബോധന ചെയ്തു. അത്ര ഇവിടെ സംഭവിച്ചു. ഓക്കെ, റൈറ്റ്. ഞാൻ വിനയ കുര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് SP നമുക്കൊപ്പം ചേരുന്നു. പ്രതിഭാഗത്ത് നിന്ന് കടുത്ത സ്വാധീനം ഉണ്ടാകുന്നു. അതിന് പിറകിൽ ആരാണ് ചരട് വലിക്കുന്നത്? അത് 8ാം പ്രതിയാണോ മറ്റാരെങ്കിലുമാണോ? ആ ഒരു ചർച്ച നടക്കുമ്പോഴും ഈ കേസ് ഈ വഴിക്ക് എത്താൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരണ നടപടികൾ വൈകിപ്പോകാൻ കാരണം, ഡിലേ ഉണ്ടാകാൻ കാരണം ഈ സ്വാധീനമാണോ, അതൊരു പ്രതിഭാഗത്തു നിന്നുള്ള സ്വാധീനം തന്നെയാണോ എന്നൊരു ചോദ്യമാണല്ലോ. താങ്കൾ എന്താണ് കരുതുന്നത് ശ്രീ ജോർജ് ജോസഫ്? ഈ കേസ് നമ്മൾ ആലോചിക്കണം. 2017 കേസാണെന്ന് വിചാരിച്ചോണം. 7 വർഷമായി ഇത് പല കാരണങ്ങളും നീണ്ടു പോവുകയാണ്. 261 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു, അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചു. ഓരോ സന്ദർഭത്തിലും പ്രോസിക്യൂഷന് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ കേസ്. കാരണം പ്രതിഭാഗത്തു നിന്ന് ദിലീപിൻ്റെ വക്കീല് സാക്ഷികളെ വിസ്തരിച്ച കണക്ക് നമ്മൾ ആലോചിക്കണം. അതിനകത്ത് 113 ദിവസം എടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാൻ. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചു, ഇത് എന്തൊരു വിസ്താരമെന്ന്, ഇത് എന്തൊരു വിചാരണയെന്ന് സുപ്രീം കോടതി ചോദിച്ചതാണ്. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പം എന്തിനാണ് പ്രോസിക്യൂഷന് എതിരായിട്ട് അനാവശ്യമായ രീതിയിൽ പ്രോസിക്യൂഷൻ നടത്തുന്നത്, അല്ല പ്രോസിക്യൂഷനെതിരായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? കാരണം ഈ കേസ് ഡിലേ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രതിഭാഗത്തിന്. പക്ഷേ അവരുടെ നീക്കം ഓരോ സാക്ഷികളെയും വിസ്തരിക്കുമ്പം മാക്സിമം ടൈം എടുത്ത് അവരെ ഹരാസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. കാരണം 113 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചിരിക്കുന്നു, ബാലേന്ദ്രകുമാറിനെ 36 ദിവസം വിസ്തരിച്ചിരിക്കുന്നു. അതുപോലെ സൈബർ SP ഉണ്ട്, അദ്ദേഹത്തിന് ഏകദേശം 21 ദിവസത്തോളം വിസ്തരിച്ചിട്ടുണ്ട്. സൈബർ ഫോറൻസിക് വിദഗ്ധയെ 13 ദിവസം വിസ്തരിച്ചു. അതെന്തിനാണ്? ഇതൊക്കെ 3 ദിവസം കൊണ്ട് വിസ്താരം തീരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഈ കേസ് നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ആവശ്യം പ്രോസിക്യൂഷനില്ല, എത്രയും പെട്ടെന്ന് തീർക്കും. പക്ഷേ പ്രതിഭാഗത്തിനാണ്. അതെന്താണ് അതിനൊരു ദുരുദ്ദേശമെന്ന് ഈ കേസിന്റെ വിധി വരുമ്പോൾ നമുക്കറിയാം. യെസ്, ഓക്കെ. ശ്രീ വിനു കിരിയത്ത്, അഡ്വക്കേറ്റ് ശ്രീധർ പെരുമന പറഞ്ഞ പോലെ ഇത് നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം അത് ആർക്കാണ്? ദിലീപിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്നു. പൾസർ സുനിക്ക് ഇത്രയും ലക്ഷം കൊടുത്ത് സുപ്രീം കോടതിയിൽ വക്കീലിനെ ഏർപ്പെടുത്തിയതിന് പിന്നിൽ ഒരു ശക്തിയുണ്ട്. അതെന്തിനാണ് ദിലീപ് ആക്കുന്നത്? അത് മറ്റൊരു വിഭാഗമാണ് എന്നാണ് അഡ്വക്കേറ്റ് ശ്രീധർ പെരുമന പറയുന്നത്. അപ്പോഴും ദിലീപിൻ്റെ വക്കീലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ 87 ദിവസത്തോളം വിസ്തരിക്കുന്നത്. നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ സൈബർ ഉദ്യോഗസ്ഥരെ അടക്കം 1-2 ദിവസം കൊണ്ട് തീരേണ്ട വിചാരണ 87 ദിവസമൊക്കെ നീട്ടിക്കൊണ്ടുപോകുന്നത് ആരുടെ ഭാഗത്താണ്, ആരുടെ അഭിഭാഷകനാണ് എന്ന് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് ശ്രീധർ പെരുമന പറയുന്ന ആ ഒരു വിഷയമുണ്ടല്ലോ, അതൊരു വെറും വെള്ളപൂശൽ മാത്രമായിട്ട് മാറുന്നത് അതുകൊണ്ടല്ലേ? ഒരു ബാഹ്യശക്തി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടെന്നുള്ള ഉറപ്പാണ്. കാരണം 1280 രൂപ ഒരു മാസം കിട്ടുന്ന ഒരാൾക്ക് ഒരു വർഷം 22,000 രൂപയെ കിട്ടുള്ളൂ. ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് ചായ കുടിക്കാൻ പോലും ആ പൈസ തികയില്ല എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ആരോ ഇതിൻ്റെ പിന്നിൽ ഫണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്, അല്ലാതെ പറ്റില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ, ശ്രീ പെരുമന പറഞ്ഞ പോലെ, ഗോവിന്ദസ്വാമിക്കും ഫണ്ട് ചെയ്യാൻ ആരുണ്ട്? ഇവർക്കുള്ള മോട്ടീവ് എന്താണ്? അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. എന്തിനു വേണ്ടി ഗോവിന്ദസ്വാമിയെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഒരു ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് വരുന്നു പ്രതിഭാഗമല്ലെങ്കിൽ അവർക്കിതിനകത്തുള്ള എന്താണ് ഉദ്ദേശം? എന്തെങ്കിലും കാരണം കാണുമല്ലോ, അല്ല ചുമ്മാ കയറിയിട്ടൊന്നും ആർക്കും വേണ്ടിയിട്ടും ധനസഹായം ഒന്നും ചെയ്യുന്ന നാടൊന്നും അല്ല നമ്മുടെ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ശ്രീ ജോർജ് ജോസഫ് അദ്ദേഹം പറഞ്ഞ പോലെ
ഇത് ഈ പറഞ്ഞ പോലെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചുള്ള അവരും മടുത്തു എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ മടുക്കും. കാരണം ഇത്രയും ദിവസമൊക്കെ അവരെ വിചാരണ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനെയാണ് നമ്മൾ പറയുന്നത്. ഞാനൊക്കെ കേട്ടിരിക്കുന്ന കോടതിയിൽ പ്രതിഭാഗവും വാദിഭാഗവും വക്കീലന്മാർ മത്സരിച്ചു എന്നാണ് നമ്മളൊക്കെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. ഇതൊരു മത്സരം തന്നെയാണ്. ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി തന്നെയായിരിക്കും പ്രതിഭാഗവും വാദിഭാഗവും നിൽക്കുക, ഇല്ലേ? അപ്പോൾ രണ്ടും പ്രഗത്ഭരാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരുടെ സാമ്പത്തികവും പോവുമെങ്കിൽ ആ സാമ്പത്തിക സ്രോതസ്സ് ഒരു പക്ഷേ പൾസർ സുനിക്ക് അവിടെ നിന്നോ കിട്ടാൻ സാധ്യതയുള്ളല്ല. പുറമേ നിന്നൊരു ബാഹ്യശക്തിയൊന്നും സഹായിക്കുമെന്ന് ഒരിക്കലും നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം പൾസർ സുനി ഇതിൽ പ്രതിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇരയെ നമുക്കറിയാം. ഇവിടെ ദിലീപാണ് ഇതിൻ്റെ കാരണക്കാരെന്നുള്ളതാണ് ഈ 7.5 വർഷമായിട്ട് ചർച്ച നടക്കുന്നത്. നമുക്കാർക്കും അതിന് യാതൊരു തെളിവും ഇല്ല. ഈ പറഞ്ഞ പോലെ പ്രോസിക്യൂഷന് ഇത്രയും തെളിവുകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ഇതൊന്നും നമുക്ക് ഇതുവരെ 7.5 വർഷമായിട്ട് സാധാരണ ജനങ്ങളെ പോലെയുള്ള സംശയത്തിലാണ് ഞങ്ങൾ ഇൻഡസ്ട്രിയിലുള്ളവരും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ദിലീപിനെ ബ്ലെയിം ചെയ്യാനും പറ്റുന്നില്ല, ചെയ്യാൻ പാടില്ല. പക്ഷെ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും ഇത് എത്ര വർഷമായി 7.5 കൊല്ലം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഹേമ കമ്മിറ്റി വരുമ്പോൾ ഇത് വീണ്ടും തണുക്കും. ഈ നേരത്തെ പെരുമന പറഞ്ഞ ഒരു പോയിൻ്റാണ്, ചാനലുകാർക്ക് ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്യാനായിട്ടുള്ള അവസരങ്ങളാണ്, അത് വേണം. ശ്രീ പെരുമന പറഞ്ഞതിന് ഞാൻ ഒരു പോയിന്റിൽ എതിർക്കുന്നു. കാരണം ഇത് ജനങ്ങൾ അറിയേണ്ട മാറ്റർ തന്നെയാണല്ലോ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നീതികൾ ജനങ്ങളിൽ എത്തിക്കാൻ ഒരുപക്ഷെ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പണ്ടാണെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. ശരിയാണ്. നമ്മൾ ഈ ചർച്ചയ്ക്ക് ശ്രീ പെരുമന ഉൾപ്പെടെ നമ്മൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതും ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ മറ്റൊരു ആ തരത്തിലാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ഇത്രയും വർഷം പോയതിനപ്പുറത്തേക്ക് ഒരു ദിലീപ് അല്ല, ഒരു പവർ ഗ്രൂപ്പ് അല്ല ഉള്ളത്, പല പവർ ഗ്രൂപ്പുകളുണ്ട്. ഒരുപക്ഷെ പുറത്തുനിന്ന് കാണുന്നതിനപ്പുറമായിരുന്നു മലയാള സിനിമ എന്നുള്ളതൊക്കെ ഈ കഴിഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ വരുന്നത്. അതുവരെ വിസ്തരിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയ പേര് ദിലീപ് എന്നുള്ള പേര് മാത്രമാണ്. അതല്ല, അതിനപ്പുറമുണ്ട് എന്ന് മനസ്സിലാകുന്നൊരു സമയമുണ്ട്. അങ്ങനെ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണോ ഈ സമയത്ത്? തീർച്ചയായിട്ടും. നോക്കൂ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ദിലീപിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ, നമ്മൾ കുറേ ചർച്ച ചെയ്താണ്. ഈ വിഷയത്തിനകത്ത് അങ്ങനെ ഒരു ഇടപെടലുണ്ട് എന്നുകൂടിയാണോ അഡ്വക്കേറ്റ് ശ്രീധർ പെരുമന പറഞ്ഞു വരുന്നത്? ഞാൻ ശ്രീധരിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ചോദിക്കുകയാണ്, താങ്കളെ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായതുകൊണ്ടാണ്. അതായത് ഈ കണ്ടതൊന്നുമല്ല, അതിനപ്പുറവുമുണ്ട്, അതുകൂടിയാണ് ഈ പുറത്തേക്ക് വരുന്നത് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മുടെ സർക്കാർ ഇത് 4.5 കൊല്ലം ഒളിച്ചു വച്ചതിന് ശേഷം ഇവിടെ എന്തെല്ലാം പരാതികൾ വീണ്ടും സിനിമയിൽ വന്നു എന്നുള്ളത് നമുക്കറിയാം. പല പ്രഗത്ഭരെയും കുറിച്ചും ഇത്തരം പേരുകൾ ഞാൻ ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പല സംവിധായകരെക്കുറിച്ച്, പല നടന്മാരെക്കുറിച്ച് ഈ 4.5 വർഷത്തെ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി. എന്തുകൊണ്ട്? ഇത് അന്ന് പുറത്ത് വിടാത്തത് കൊണ്ട്, ഇല്ലേ? ഇപ്പോൾ എന്ത് പറ്റി? ഇതുപോലെ സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട്, ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടു, ഇനി സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട് വരുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു 10-15 വർഷം അങ്ങനെ അങ്ങ് പോകും. ഈ പരാതി കൊടുത്ത് പെൺകുട്ടികൾ WCC ആയാലും അവരെല്ലാം എത്ര നാൾ ഇതിനകത്ത് പുറകെ പോകാൻ പറ്റും? മടുത്ത്. കാരണം അവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത് പറഞ്ഞ ബാക്ക് സപ്പോർട്ട് കാണുമെന്ന് നമുക്കറിയില്ല. പൈസയ്ക്ക് പൈസ തന്നെ വേണേ. ഈ പറഞ്ഞ പോലെ പ്രഗത്ഭരോ വലിയ കോടീശ്വരന്മാരോ WCC അതിനകത്ത് ഒരു ഇതായിട്ട് പാർട്ടായിട്ട് വന്നെങ്കിലും ഈ പരാതി കൊടുത്തിരിക്കുന്ന കുറേ സ്ത്രീകൾ കാണുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് കോടതിയിൽ പോകാനൊക്കെ പൈസ ആരും മുടക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇനി വരും. അപ്പോൾ പിന്നെ അവർ തനിയെ അതിൽ നിന്ന് ഉപേക്ഷിച്ച് പോകാനേ പറ്റുള്ളൂ, നീണ്ടു പോകും തോറും. അങ്ങനെ ആയിരിക്കും അത് സംഭവിക്കുക തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ തിരിച്ചെത്തും. അഡ്വക്കേറ്റ് ശ്രീധർ പെരുമന, 2 ചോദ്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ചും കൂടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊക്കെ ചോദിക്കാം എന്ന് കരുതുന്നു. കാരണം ഈ 7 വർഷത്തെ പോലെയല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കുറെ കൂടെയൊക്കെ ചിത്രം ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ വ്യക്തമായ സമയമാണ്. അത് താങ്കൾ പറഞ്ഞ നേരത്തെയുള്ള ആ വാദം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കാം. ഒന്നുകിൽ ഈ കോമൺ നരേറ്റീവ്, ദിലീപ് പൾസർ സുനിക്ക് വേണ്ടി പണം മുടക്കുന്നു, വക്കീലിനെ സുപ്രീം കോടതിയിൽ വെക്കുന്നു, ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നു, വിചാരണ നടപടികൾ തടസ്സപ്പെടുത്തുന്നു. അതാണ് ഈ കോമൺ നറേറ്റീവ്. അതാണ് ചോദിക്കുന്നത്. അതല്ല എങ്കിൽ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ദിലീപിനെ കുടുക്കുക എന്ന ഉദ്ദേശത്തിൽ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള മറ്റൊരു കോക്കസ്, ഒരു പക്ഷേ ഈ പുറത്തു വരാത്ത പേരുകളുള്ള ഒരു കോക്കസ് ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നു. അവരാണ് ഇതിന് പിറകിൽ ചരട് വലിക്കുന്നത്, ഈ ചരട് വലിച്ചുകൊണ്ടേരുന്നത്. അതാണോ നിങ്ങളുടെ ആരോപണം? അപർണ, ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. രണ്ടും ഒരു ചോദ്യമാണ്, രണ്ടും കൂടെ ചേർത്ത് ഒരു ചോദ്യമാണ്. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അപർണയോടൊരു വെല്ലുവിളിയും കൂടെ എനിക്കുണ്ട്. ഈ ലൈവായിട്ട് നാട്ടുകാർ കാണാറുണ്ടല്ലോ, അപ്പൊ അതിലൊരു വെല്ലുവിളിയും കൂടി ഉണ്ട്. അതിൽ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദിലീപാണ് ഇത് ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ ദിലീപ് ആയിരിക്കുമോ എന്നുള്ള ഒരു സന്ദേഹം അതുകൊണ്ടാവണല്ലോ. സമൂഹത്തിൽ 2 ഇതുമാണല്ലോ. ആദ്യത്തെ നരേറ്റീവ് അത് സൃഷ്ടിച്ചത് ആരാ? അതെന്താണ്? ദിലീപ് തന്നെയാണ് പ്രൊട്ടക്ഷൻ കൊടുത്തത്. കേട്ടുകേൾവിയില്ലാത്ത സംഗതിയാണ്.
ഇപ്പോഴും ഈ ഫണ്ടിങ് ചെയ്യുന്നതുമെല്ലാം ദിലീപ് തന്നെയാണ് എന്നുള്ളത് ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് ഞാനത് അംഗീകരിക്കുകയാണ്. അങ്ങനെ അംഗീകരിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഇത് കോടതികൾക്ക് മനസ്സിലാവുന്നില്ലേ എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം, എത്ര തവണ ഹൈക്കോടതിയിലും വിചാരണ കോടതി ബയാസ്ഡ് ആണ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. അതായത് ഹണി എം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ CPM ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്. അവരുടെ ഹസ്ബൻഡിനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കേസുകളുണ്ട്. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. എന്നാൽ പോലും പറയാം, അങ്ങനെ ഒരു കോൺസ്പിറസി അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും അവർ ബയാസ്ഡ് ആണ് എന്ന് തന്നെ അങ്ങ് ചിന്തിക്കുക. എങ്ങനെ ഹണി എം വർഗീസിനെ മാറ്റണം? എത്ര പ്രാവശ്യം ഹൈക്കോടതിയിൽ പോയിട്ട് ഈ അതിജീവിതയും മറ്റാളുകളും പറഞ്ഞു ഇവർ ബയാസ്ഡ് ആണ്, അതിൽ വിശ്വാസമില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു, അതിജീവിത പൊട്ടിക്കരഞ്ഞു എന്നുള്ളത്. ഞാനും അപർണയും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മളുടെ പാനലിൽ ഒരാളായി വന്ന അജകുമാർ സാറാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊരു 19 ചർച്ച ഞാനും അജകുമാർ സാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ അജകുമാർ സാറിനെ ഉത്തരവിറങ്ങി കാണുന്നത് അജകുമാർ സാറാണ് അതിജീവിത പറഞ്ഞ വക്കീൽ എന്നുള്ളത്. അങ്ങനെ ഡെയിലി ഞാനും നിങ്ങളുടെയൊക്കെ ചാനലിലേക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ എന്നെയും പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട്, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, 10-13 വർഷമായി ഈ പണിയെടുക്കുന്നു. അപ്പോൾ എന്നെയും പറയുമല്ലോ. ഇതൊന്നും അല്ലല്ല, ഇങ്ങനെയൊക്കെയാണോ ഒരു ട്രയൽ നടക്കേണ്ടത്? എത്ര പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറുപടി പറയട്ടെ, അതിലേക്ക് ഞാൻ വരുവാ. ഒറ്റ മിനിറ്റ്. അപ്പോ അങ്ങനെ വരുമ്പോൾ എന്റെ ഒരേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഈ കോടതികൾ പൊളിച്ച് കപ്പ നടന്നെന്ന് പണ്ട് പറഞ്ഞ പോലെ തന്നെ കോടതികൾ പൊളിച്ച് കപ്പ നടന്ന സമയമില്ല. കാരണം എന്തറിയോ, ഈ അതിജീവിതയുടെയും അപർണയുടെയും ഈ മാധ്യമങ്ങളുടെയും ഈ നേരത്തെ പറഞ്ഞ ജോർജ് ജോസഫ് സാറിന്റെ ഒക്കെ ആശങ്കകൾ പരിഗണിക്കാതെ എന്ത് സ്ത്രീവിരുദ്ധമാണെന്നേ ഇവിടുത്തെ കോടതികൾ. ഹൈക്കോടതി എന്ത് സ്ത്രീവിരുദ്ധമാണെന്നേ. ഇനി ഹൈക്കോടതിയും പോട്ടെ, ഹൈക്കോടതി കുറച്ചും കൂടെ ബയാസ്ഡ് ആണെന്ന് ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വീണ്ടും അപർണയുടെയൊക്കെ ജോർജ് ജോസഫ് സാറിന്റെ ഒക്കെ കാര്യങ്ങളിൽ പറയാം. എന്നാൽ ഈ സുപ്രീം കോടതിക്ക് മനസ്സിലാവണ്ടേ? സുപ്രീം കോടതി പറയണ്ടേ എനിക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കണം ശ്രീത്ത്. ഇല്ലെങ്കിൽ പിന്നെ ദിലീപ് എന്ന് പറയുന്ന നടൻ, നിർമ്മാതാവ് ഒക്കെ വലിയ ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് മറ്റൊരു വിഭാഗം ചരട് വിളിച്ചു. അതായത് മലയാള സിനിമയിൽ പറയുന്ന പവർ ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഉണ്ട്. എന്താ സംശയം പറഞ്ഞ? ഞാനും എന്താണ്, ഞാൻ നേരത്തെ ഞാനും ഇതിന്റെയൊക്കെ ഭാഗവാക്കായിട്ടുള്ള ഒരാളാണല്ലോ. എന്നെയൊക്കെ വട്ടത്തിലിട്ടിട്ടൊക്കെ നിങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ എനിക്കറിയാമെന്ന് അതിലുണ്ട്. അപ്പം ഞാൻ ഇപ്പോ അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ചു പേരാണ്, ഇല്ല ശ്രീത്തെ അത് സ്പെസിഫിക് ആയിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ച് വിഭാഗമാണ് ഈ പറയുന്ന പൾസർ സുനിക്കടക്കം വക്കീലിനെ അടക്കം റെഡിയാക്കി കൊടുത്ത് പണം കൊടുത്ത് ആ ചരട് വലിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗമാണ്, അതാണോ പറയുന്നത്? സംശയം ഉണ്ടാ പറഞ്ഞേക്ക് ഒരു കാര്യം ചെയ്യാം, പരസ്യമായിട്ട്. ഇത് ലൈവാണോ പറഞ്ഞ? ലൈവാണ്, പറഞ്ഞോളൂ ശ്രീത്ത്, ലൈവാണ്. ലൈവ് ആണെങ്കിൽ പരസ്യമായിട്ട് പറയാം. ഈ ഫോൺ കോൾ ഈ ഒരു ചർച്ച കഴിഞ്ഞിട്ട് ജോർജ് ജോസഫ് സാറുണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കറുണ്ട്. അദ്ദേഹം പല ചർച്ചകളിലും എന്നോട് വന്ന് പറയുന്ന സമയത്ത് ഞാൻ ദിലീപിന്റെ ബന്ധുവാണ്, അതുകൊണ്ട് എന്താണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ ദിലീപ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ജയശങ്കർ സാർ പറയാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ ചർച്ച ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം അപർണയ്ക്ക് അതിന്റെ ആ ഗൂഢാലോചനയുടെ ആരൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പേര്, സിനിമയിലുള്ള ആളുകളുടെ പേര്, പ്രമുഖരാണ്, വലിയ പ്രമുഖരാണ്. അതിന്റെ വലിയൊരു തെളിവ് ഞാൻ അപർണയ്ക്ക് കൈമാറാം. അപർണയുടെ ചാനൽ അത് സംപ്രേഷണം ചെയ്യോ? നിങ്ങൾ ആ തെളിവ് കൈമാറും, സംപ്രേഷണം ചെയ്യാം ശ്രീത്ത്. നിങ്ങൾ ആ തെളിവ് കൈമാറും, സംപ്രേഷണം ചെയ്യണം. ശ്രീത് പണിക്കരുണ്ട്, ജയശങ്കർ സാറുണ്ട്, ഇപ്പൊ നേരത്തെ എന്താണ്
ഇതില് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും വിചാരണ ചെയ്ത ഒരു അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഇതിപ്പോ ഈ 7.5 വർഷം അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ തെളിവ് എപ്പോഴേ പുറത്തു വരുമായിരുന്നു. ഇത് പുറത്തു വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ എപ്പോഴേ വരുമായിരുന്നു, വരേണ്ടതായിരുന്നില്ലേ? അത്രയും സ്വാധീനമൊന്നും ദിലീപിനെ പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാൾക്ക് ഇല്ല എന്ന് കരുതണോ മാധ്യമങ്ങൾ? അപർണ തെളിവൊക്കെ നശിപ്പിക്കാനായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദിലീപിന്റെ ജാമ്യം ദിലീപിന് എത്ര വർഷം മുമ്പാ ജാമ്യം കിട്ടിയേ? 80-90 ദിവസം കഴിഞ്ഞതിന് ശേഷം ദിലീപിന് ജാമ്യം കിട്ടിയില്ലേ? പിന്നീട് 7.5 വർഷക്കാലം ഇവരല്ലേ ജയിലിൽ കിടക്കുന്നേ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം നിങ്ങൾ ട്രയൽ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി? എന്താ ഇവർക്ക് മനസ്സിലാവാത്തത്? അതിനുശേഷം ഞാൻ പറയാം, എന്നിട്ടും ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചില്ലേ ആരാണ് ഇതിന് പിന്നിൽ നിന്ന്? ഞാൻ ആരാണെന്ന് ഇതിലെ പ്രതികൾ തന്നെ പറയുന്ന ഒരു വളരെ 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 കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, എന്തായാലും വിചാരണയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഞങ്ങൾ വക്കീലന്മാര് പറയുന്ന ആ ഭാഗം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അത് നിങ്ങളുടെ പിന്നെന്താണ് എഡിറ്റർക്ക് തരാം. അത് അതേപോലെ സംപ്രേക്ഷണം ചെയ്യണം. അതിൽ ഇതേ പാനലിസ്റ്റുകൾ വന്നിരിക്കണം. അപ്പൊ പേര് ഓരോന്നായിട്ട് ഹേമ കമ്മിറ്റി പൂഴ്ത്തിവെച്ച പോലെ ആയിരിക്കില്ല, ഓരോ പേരായിട്ട്. അപർണയ്ക്ക് ഈ ഡിസ്കഷൻ കഴിഞ്ഞ ഉടൻ ഞാൻ തരാം, നാളെ തന്നെ നമുക്ക് ചെയ്യാമെന്നേ. ഇത് തന്നെയാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പേര് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെയാണ്. ആരാണ് പറയുന്നത് നോക്കുക, ആരുടെ പേരാണ് പറയുന്നത് നോക്കുക. ഇനിയും ഇതിനൊരു അന്വേഷണം ഉണ്ടാവട്ടെ, കാരണം ഇതിന് പുറകിൽ ആളുണ്ട്. ആ പേരുകളാണ് പറയുന്നത്. ആ പേരുകളുടെ പേരിൽ ഇനിയും അന്വേഷണം ഉണ്ടാവട്ടെ. ഞാൻ അത്ര മുഖവിലേക്ക് എടുക്കുന്നില്ല അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറയുന്നത്. കാരണം ഇത്രയും വലിയ വിഷയം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നു. അല്ല, ഞാൻ അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ വരുമായിരുന്നില്ലേ? ഞങ്ങളത് കോടതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിളിപ്പലക്കാൻ നിന്നിട്ടില്ല. വായ മൂടിക്കെട്ടി തുന്നിക്കെട്ടി എത്ര വർഷം? 7.5 വർഷം ദിലീപിന്റെ വായ തുന്നിക്കെട്ടി ഇല്ലേ? തുന്നിക്കെട്ടിയിലെ എന്തെങ്കിലും പറയാനുള്ള സാധനം പിന്നെ ബെയിൽ ഓർഡറിൽ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവ തുന്നിക്കെട്ടി എല്ലാവരും കൂടെ. ഞാൻ ഒരു ചോദ്യം, നമ്മൾ ഈ പറഞ്ഞ 7 വർഷത്തിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും കൂടെ ആവർത്തിക്കുന്നു, ഒരു ദിലീപല്ല, അതിനപ്പുറമോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള പലരുമുണ്ട്. അങ്ങനത്തെ ഒരു കോക്കസുകൾ ഉണ്ട് മലയാള സിനിമയിൽ നിന്ന് എല്ലാവർക്കും വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ തെളിവുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. പക്ഷെ എന്തുകൊണ്ട് ഇത്ര കാലം വന്നില്ല എന്നുള്ളൊരു വിഷയം തരാമെന്ന് പറഞ്ഞു. ശ്രീജിത്ത് പെരുമന ഇന്ന് വേണമെങ്കിൽ ഇന്ന് രാത്രി അപർണയ്ക്ക് തരാം. അപ്പൊ ഇനി ഈ ചാനലിന്റെ ഒരു വിശ്വാസതയുണ്ട്, നിങ്ങളത് വെളിയിൽ കൊണ്ടുവരണം. ആരെയും ഭയക്കരുത്. കാരണം പരസ്യമായിട്ടൊരു വേദിയിൽ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്തൊരു സാക്ഷിയാണ്. ലൈവാണ് അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇൻഡസ്ട്രി നന്നാവട്ടെ അതിൽ കൂടെ. നിങ്ങൾക്ക് ആരെ കൊണ്ടും പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല ചാനലിന്. ഇതിപ്പോ പബ്ലിക് കേട്ടതിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇത് ചെയ്യേണ്ടി വരണം. കാരണം പുള്ളിയുടെ അഡ്വക്കേറ്റ് പുള്ളി പറഞ്ഞിരിക്കുകയാണ്. വൈകി നോക്കൂ, അതാണ് ഞാൻ നോക്കൂ. വൈകി എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വൈകി എന്ന് പറയുന്നത് വൈകി കഴിഞ്ഞു. നമ്മള് ചത്തക്കുഞ്ഞിന്റെ ജാതകം നോക്കണ്ട. ഇപ്പോൾ ഹേമ കമ്മിറ്റിയിലുള്ള പ്രമുഖരല്ലെങ്കിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് ആരെന്ന് പുള്ളി പരസ്യമായിട്ട് തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. കാരണം അങ്ങനെ ഒരു തെളിവാണ് ശ്രീജിത്ത് പെരുമന തരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ന്യൂസ് വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ശ്രീജിത്ത്. ആ തരത്തിലുള്ള ഒരു തെളിവാണ് നിങ്ങൾ തരുന്നതെങ്കിൽ, അതൊരു ചാനലിന്റെ വിശ്വാസ്യതയെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു തെളിവുകളാണ് തരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പോഴും എന്തുകൊണ്ട് അത് ഇത്ര കാലം പുറത്തു വന്നില്ല? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. ശ്രീജിത്ത് അദ്ദേഹം നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ചാനലിൽ കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അതുകൊണ്ട് ചാനലിനെ ഒരിക്കലും ബാധിക്കില്ല. വ്യക്തികളുടെ പേര് പറയുമ്പോൾ ചാനലിനെ ബാധിക്കില്ല, കാരണം തന്നിരിക്കുന്ന ഒരു വക്കീലാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വരട്ടെ. ഞാൻ പറഞ്ഞ എല്ലാം നല്ലതിന് വരട്ടെ. ഇത് കൊടുക്കുമ്പോ ഈ പ്രമുഖൻ ആ പ്രമുഖൻ ഒന്നും പറയരുത്, കാരണം ഞാൻ പേരടക്കമാണ് കൊടുക്കുന്നത്. അല്ല, പ്രമുഖൻ എന്നുള്ള എടുത്ത് കളയാം നമുക്ക്. പ്രമുഖൻ വേണ്ട. അല്ലല്ല, ഇവരെന്നുള്ളത് ഞാൻ ന്യൂസ് 18 അല്ല പറയുന്നത്, അപർണയല്ല പറയുന്നത്. ഞാൻ പറഞ്ഞ മാധ്യമം അവരെന്താണ്
അവരെന്താണ് വെച്ചാല് അതെ, കേൾക്കും. കേൾക്കാം കട്ടായി പോകുന്നു. അല്ല ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾ കൊടുക്കുമ്പോ അവര് പ്രമുഖൻ എന്നൊക്കെ പറയും. ഞാൻ അപർണയ്ക്ക് അയച്ചു കൊടുത്താലും അപർണയുടെ പിന്നെ എഡിറ്റർമാർ അല്ലെങ്കിൽ അവര് ചിലപ്പം ഒരു പ്രമുഖനെതിരെ പെരുമന ഉന്നയിച്ചു. ധൈര്യമായിട്ട് പറയുന്നത് എനിക്കെതിരെയല്ലേ ഡിഫമേഷൻ വരുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ തെളിവ് വരട്ടെ ശ്രീജിത്ത്. ആ വെല്ലുവിളി എന്തായാലും ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ക്രെഡിബിലിറ്റി സ്വാഭാവികമായിട്ടും ചാനലാണല്ലോ പരിശോധിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് വിനുദർ, ഒരു മിനിറ്റ്, അത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. അത് പോലീസ് അന്വേഷിക്കട്ടെ, അത് ക്രൈം ബ്രാഞ്ചിന് കൊടുക്കട്ടെ, അത് പിന്നെന്താണ് ഈ പറയുന്ന SIT അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. ഇത് ഞാൻ വെറുതെ പറഞ്ഞാണെങ്കിൽ എന്നെയും പ്രതികരിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യട്ടെ. ഓക്കെ, റൈറ്റ്. ഏതായാലും അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, ആ തരത്തിലാണ് പുറത്തുവിടാൻ ഇനിയും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. അത് ഏത് തരത്തിലാണ് ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികളെ തടസ്സപ്പെടുത്തുന്നതിൽ ആ അജ്ഞാത തെളിവും അജ്ഞാത ശക്തികളും ആരാണ് എന്നുകൂടി വ്യക്തമാകുമെങ്കിൽ ആകട്ടെ എന്നുകൂടിയാണ് പറയാനുള്ളത്. യെസ്, സമയ പരിമിതി കൊണ്ട് ഞാൻ വീണ്ടും ഇടപെടുന്നത്. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു, നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ 87% പ്രേക്ഷകരും അതെ എന്ന് പറയുന്നു. 10% പ്രേക്ഷകർ മാത്രമാണ് അല്ല എന്ന് അഭിപ്രായപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമാക്കിയാണ് പ്രൈം ഡിബേറ്റ്. പാനലിസ്റ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.